ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മളുടെ വണ്ടിക്ക് ഇന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ബാറ്ററിക്ക് ഇന്ന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. പേടിക്കാനൊന്നുമില്ല. ഇതിൻ്റെ യഥാർത്ഥ ആ ഒരു ലിഥിയം അയൺ ബാറ്ററി, ആ ഒരു വലിയ പാക്ക് ബാറ്ററിക്കല്ല പ്രശ്നം വന്നിട്ടുള്ളത്. ഈ വണ്ടിക്കും നമ്മളുടെ സാധാരണ കാറുകളിലുള്ളതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ലോ ആയതുകൊണ്ടോ മറ്റോ ഇപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് വാർണിംഗ് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചൊക്കെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആപ്ലിക്കേഷനിൽ കയറി നോക്കി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബാറ്ററിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് ഈ വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് മുതൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ചില ഭാഗങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ നേരെ ചൊവ്വേ സമയത്ത് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒന്നും കാര്യമായി നടക്കത്തില്ല. കാര്യമായെന്നല്ല, ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും. അതുമാത്രമല്ല, നമുക്ക് വണ്ടിക്കകത്തിരുന്ന് മൊബൈൽ ചാർജ് ചെയ്യാനോ അതുപോലുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല. സർട്ടൺ ഫങ്ഷൻസ് അത് ടെമ്പററി ആയിട്ട് ഡിസേബിൾ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഇഷ്യൂ എങ്ങനെയാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ മൊബൈലൊന്ന് സ്ക്രീൻ ക്യാപ്ചർ ഇട്ടോട്ടെ, എന്നാലേ ഞാനത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാനത് നമ്മുടെ മൊബൈൽ ഫോണിൽ സ്ക്രീൻ ക്യാപ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനകത്ത് ടെസ്ലയുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഈ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മളിവിടെ വരുമ്പോഴത്തേന് നമുക്ക് ഞാനിവിടെ ഓൾറെഡി ഇതിൻ്റെ ആ ഒരു സർവീസ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ റിക്വസ്റ്റ് എടുക്കുമ്പോൾ മൊബൈൽ സർവീസാണ് ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മളുടെ വീട്ടിൽ വന്ന് വണ്ടി റിപ്പയർ ചെയ്തിട്ട് പോകും. അതായത് ഇതുപോലുള്ള ഇഷ്യൂ ഒക്കെ നമുക്ക് വണ്ടി അവിടെ അവരുടെ ഷോറൂമിൽ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് എനിക്ക് എസ്റ്റിമേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കിവിടെ കാണാം 0 dirhams ആണ്. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിലിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ, ആ PDF ഫയലൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഇപ്പോൾ ഈ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിലിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് കൺസേൺ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾ സർവീസ് ടു റീപ്ലേസ് ലോ വോൾട്ടേജ് ബാറ്ററി, സോഫ്റ്റ്വെയർ വിൽ നോട്ട് അപ്ഡേറ്റ് അൺടിൽ ബാറ്ററി ഈസ് റീപ്ലേസ്ഡ്. ഇങ്ങനൊരു സംഭവമാണ് ഞാൻ കൺസേൺ കൊടുത്തിരുന്നത്. അപ്പോൾ അതിന് കറക്ഷൻ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് ബാറ്ററി 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി റിമൂവ് ആൻഡ് റീപ്ലേസ്. അതിന് വേണ്ടി 418 dirhams ആണ് ചാർജ് ചെയ്യുന്നത് നോർമലി ഇപ്പം ചാർജ് ചെയ്യുന്നത്. പക്ഷേ പേ ടൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ നമുക്കിവിടെ കാണാം ബേസിക് വെഹിക്കിൾ ലിമിറ്റഡ് വാറണ്ടിയിൽ ഇത് കവേർഡാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിന് വലിയ പേയ്മെൻ്റ് ഒന്നും ആകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പം എനിക്ക് പറയാനുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ ബാറ്ററി ഇഷ്യൂ എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു. എങ്കിലും അതിനകത്ത് തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി ലോ ആണ്, അത് റീപ്ലേസ് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഇതിനകത്തുണ്ടെന്ന്. എനിവേ, ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്താണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് കാണിച്ചു തരാം. മാത്രമല്ല നാളെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം കാണിച്ചു തന്നില്ലല്ലോ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നിരുന്നു. അതായത് നമുക്കിത് എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന കോൾ പ്രകാരം അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു നാളെ ഒരു രാവിലെ 10 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയത്തിൽ വന്നിട്ട് ഇത് റീപ്ലേസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് കാണുന്നത് 1 to 5 PM എന്നാണ്. എനിവേ, നാളെ അവർ വന്നിട്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് തരും. അതിനിടയിൽ ഞാൻ ഇതിനകത്ത് വന്നിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് വന്നിരിക്കുന്നതാണ് ഷെഡ്യൂൾ സർവീസ് ടു റീപ്ലേസ് ലോ വോൾട്ടേജ് ബാറ്ററി എന്ന്. അപ്പോൾ അതിനകത്ത് കുറേ വിഷയം വന്നിരിക്കുന്നത്, കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ സോഫ്റ്റ്വെയർ സിസ്റ്റം, ഈ ഒരു സിസ്റ്റം റെഗുലറായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് തരുന്നതാണ്. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഈ അപ്ഡേറ്റ്സ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മളുടെ മൊബൈൽ ഫോൺ
നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നിലവിൽ ചാർജ് ചെയ്യാനും പറ്റത്തില്ല. കാര്യം ആ 12 വോൾട്ട് ബാറ്ററി ചാർജിങ് അത് ലോ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊന്നും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും സംഭവങ്ങളാണ് നമുക്കിപ്പോൾ വണ്ടിയിലുള്ള ബുദ്ധിമുട്ട്. പക്ഷേ നമുക്കിത് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നാളെ വന്ന് അവർ ഇത് സോൾവ് ചെയ്ത് തരും. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും ഞാൻ ഈ ഒരു വണ്ടി അവർ വന്ന് റിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ടെസ്ല മോഡൽ 3യെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളപ്പം അനവധി ആളുകളാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മലയാളത്തിൽ ടെസ്ലയെക്കുറിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് ഇപ്പോൾ എസ്പെഷ്യലി UAE-ലുള്ള ആളുകൾക്ക് ഇവിടുത്തെ ഫ്യൂവൽ പ്രൈസൊക്കെ ഇൻക്രീസ് ആയപ്പം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ 3-4 പേര് വണ്ടി ബുക്ക് ചെയ്ത് പേഴ്സണലായിട്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഒരു കൺസേൺ ഉണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ വണ്ടിക്ക് വരാൻ ചാൻസ് ഉള്ളതെന്ന്. അത് വന്നു കഴിഞ്ഞാൽ അത് വാറണ്ടി കവേർഡ് ആവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ, അപ്പോൾ ഉടൻ തന്നെ നമ്മളുടെ US ട്രിപ്പ് ഓൺ ആവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജീവ് സൈനിങ് ഓഫ്. ബൈ.